ആ അപ്പോഴേ ദേ ഈ ഇടതുവശത്ത് കാണുന്നതാണ് ഈ ചെറുതുരുത്തിയിലത്തെ പഴയ പാലം. ഇതിങ്ങനെ പൊളിഞ്ഞു വീണിട്ട് അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത്. അതായത് ഭാരതപ്പുഴയുടെ മേലെ ആദ്യം പണിത പാലമാണ് ഈ കാണുന്നത്. ഈ ചെറുതുരുത്തിക്കും ഷൊർണൂരിനിടയിൽ ഭാരതപ്പുഴയുടെ മേലെ 3 പാലങ്ങളാണ് ഇത്ര സർക്കാരുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതൊക്കെ കടന്ന് ഒരു കല്യാണത്തിനുള്ള പോക്കാണ്. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കല്യാണമൊക്കെ കേമായിരുന്നു കേട്ടോ. പാലക്കാടൻ മട്ടയുടെ അരിയുടെ ചോറൊക്കെ ആയിട്ട് കൊളപ്പുള്ളി അപ്പൻ്റെ നടയിലൊക്കെ ഇരുന്ന് വിശേഷമായിട്ട് ഊണൊക്കെ കഴിച്ചു. സ്നേഹിതൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. അവനോട് യാത്രയും പറഞ്ഞേ എന്നാൽ ഇനിയിപ്പം അങ്ങോട്ട് ബസ്സിന് പോയത് ഇങ്ങോട്ട് ട്രെയിൻ വഴിക്ക് പോന്നാലോ എന്നൊരാലോചന. നേരെ ഷൊർണൂർ സ്റ്റേഷനിൽ കയറി അന്വേഷിച്ചപ്പോൾ ഒരു പാസഞ്ചർ വണ്ടി ഉണ്ട്. ഇപ്പോൾ 10 ഉറുപ്യ കൊടുത്താൽ വടക്കാഞ്ചേരി പോയി ഇറങ്ങാൻ മനസ്സിലായി. വടക്കാഞ്ചേരിയിൽ നിന്ന് പിന്നെ എനിക്ക് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് ബസ്സൊക്കെ കയറി പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ 10 രൂപ കൊടുത്ത് ഞാൻ ഈ ട്രെയിൻ അവിടുന്ന് പുറപ്പെടുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണ്. എറണാകുളത്തേക്കാണ് തോന്നണവൻ. ആകെ 4-3-7 ആളുള്ളൂ. ഞാനതിൽ കയറിയിരുന്നു സമയമാവുന്നത് നോക്കിയിട്ട്. അവിടെ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ ഒന്ന് പരിശോധിച്ചു ഞാൻ. ഇത് ഒരു എൻ്റെയൊക്കെ മനസ്സിലുള്ള റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സംഭവമാണ്. അത് ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു മുത്തശ്ശിയുടെ ഒരു മട്ടുഭാവമൊക്കെ ആയേക്കണം. ഇതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ഈ ഷൊർണൂർ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ ജംഗ്ഷൻ സ്റ്റേഷനാണെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അറിവ്. ഇനിയിപ്പോൾ ആരെങ്കിലും അടിക്കാൻ വരുമെന്ന് അറിഞ്ഞുകൂടാ. എന്താ വെച്ചാൽ ഈ ബ്രിട്ടീഷുകാർ ആദ്യം മലബാറിൽ കുറച്ച് റെയിൽ പണിതു, പിന്നെ പാലക്കാട് പണിതു, പിന്നെ പാലക്കാട് നിന്ന് ഷൊർണൂർക്കും ഷൊർണൂരിൽ നിന്ന് തിരൂർക്കൊക്കെ പണിതിട്ടാണ് ഇത് കേരളത്തിലെ റെയിൽവേ എൻ്റെ മീതെ കൂടെ ഈ കരിക്കരിവണ്ടി കൂകിപ്പാഞ്ഞ് ഓടാൻ തുടങ്ങിയതെന്നൊക്കെയാണ് പറയണത്. ഈ വണ്ടി കണ്ട് കൊച്ചി മഹാരാജാവിന് മോഹം ഉദിച്ചിട്ട് വെള്ളക്കാരോട് പറഞ്ഞു ഈ സാധനം നമ്മുടെ കൊച്ചി രാജ്യത്തേക്കൊന്ന് പറഞ്ഞല്ലോ. ആ തിരുമേനി സംഗതിയൊക്കെ ഞങ്ങൾ ഇത് നടത്തി തരാം, തൊട്ട് മുടക്കണം. ആ മുടക്കാലോ. അങ്ങനെ കാശ് തിരുമേനി കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് കൊച്ചി പാലം പണിതതും അതിനുശേഷം റെയിൽ പണിയാനുള്ള കാശൊക്കെ മുടക്കിയത്. വേറെ വലിയ എൻ്റെ പിന്നാമ്പുറത്ത് കുറേ കഥകളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ ഇപ്പോൾ പോകണില്ല. അങ്ങനെ കൊച്ചിക്ക് ട്രെയിൻ വന്നു. അപ്പോൾ കൊച്ചിക്ക് ട്രെയിൻ വരുമ്പോൾ ഷൊർണൂരിൽ നിന്ന് ഒരു ജംഗ്ഷനാണല്ലോ. ഒരു വണ്ടി ഒരു റെയിൽ മലബാറിലേക്ക് പോകുന്നു, ഒരു റെയിൽവേ കൊച്ചിക്ക് പോകുന്നു. അങ്ങനെ ഒരു വലിയൊരു ചരിത്രമുണ്ട്. പിന്നീട് നിലമ്പൂർക്ക് ഒരു വഴി കൂടി ആയപ്പോൾ വല്ലാത്തൊരു നല്ലൊരു സ്റ്റേഷനായിട്ട് ഈ ഷൊർണൂർ മാറി. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ ഈ പാലക്കാട്ടേക്ക് പോകുന്ന വണ്ടികൾ ഷൊർണൂർ തൊടാതെ പോകാമെന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ അവൻ്റെ പവറൊക്കെ ഒന്ന് കുറഞ്ഞു. വല്ലാതെ ശോഷിച്ച് പോയി എന്നാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. എന്തായാലും കുറേ വലിയ ബഹളമൊന്നും കണ്ടപ്പോൾ തോന്നിയില്ല. പിന്നെ ഇപ്പോൾ ഭാരതപ്പുഴയുടെ ഒരു കാര്യമാണ്. അത് ഈ ഷൊർണൂർ സ്റ്റേഷൻ്റെ കഥ പറഞ്ഞ പോലെയാണ്. ആകെ ഒരു തീരെ വെള്ളമൊക്കെ വളരെ കുറഞ്ഞ് വളരെ ശോഷിച്ച് ഒരു ഭാഗത്തൂടെ കുറച്ച് വെള്ളമൊക്കെ പോകണുള്ളൂ. അതിൻ്റെ ഇപ്പോൾ 2 ദിവസമായിട്ടൊരു വേനൽ മഴയുള്ള കാരണം തോന്നുന്നു കുറച്ച് വെള്ളം ഉണ്ട് ചില ഭാഗത്തൊക്കെ. ഇതും ഈ അനവധി അണക്കെട്ടുകളും പുഴയിലെ മണൽവാരലൊക്കെ ആയപ്പോൾ ശോഷിച്ചു പോയി. അപ്പോൾ അങ്ങനെ ഒരു ഷൊർണൂർ യാത്രയും ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ വലിയ നദി ഒരിക്കൽ കൂടിയൊക്കെ ഒന്ന് കാണാൻ പറ്റിയിട്ട് സന്തോഷമൊക്കെ ആയിട്ട് മടങ്ങുകയാണ്. അപ്പോൾ ഇനി ബാക്കി വിവരണം ഇല്ല, നിർത്തുകയാണ്.